നീതിയെ ഉപദ്രവിച്ച നമ്മുടെ റീത്തയ്ക്ക് കണക്കിന് കൊടുത്ത് അലീന. അങ്ങനെ അനീതിയാണെങ്കിൽ അലീനയോട് സംസാരിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അനിയത്തിയും നമ്മുടെ അലീനയും നല്ല രീതിയിൽ തന്നെ കമ്പനിയാവുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് റീത്തയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അതായത് തൻ്റെ മോളെ, അതായത് തൻ്റെ പെങ്ങളുടെ മോളെ വശത്താക്കിയിട്ട് അവളുടെ മനസ്സിലൂടെ തങ്ങളുടെ മനസ്സിലും കയറിപ്പറ്റാനാണോടി എന്ന് ചോദിക്കുകയാണ് നമ്മുടെ റീത്ത. അതായത് തൻ്റെ പെങ്ങളെ ഒന്ന് തൊട്ടതിന്, തൻ്റെ പെങ്ങളോട് ഒന്ന് വർത്തമാനം പറഞ്ഞതിന് അലീനയെ വളരെ മോശമായി തന്നെയാണ് നമ്മുടെ റീത്ത ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം സ്റ്റാലിയാണെങ്കിൽ ആരോട്, റീത്തയോട് പറയുന്നുണ്ട്, അലീനയെ വേദനിപ്പിക്കരുത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അവർ രണ്ടുപേരും എൻ്റെ മക്കളല്ലേ, അവരൊന്ന് സംസാരിച്ചെന്ന് കരുതി എന്ത് സംഭവിക്കാനാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എൻ്റെ പെങ്ങളുടെ മകളുമായിട്ട് നിങ്ങളുടെ മകള് സംസാരിക്കേണ്ട. അവർ ഒരേ ചോരയായിരിക്കാം, പക്ഷേ അമ്മ ഒന്നൊന്നുമല്ലല്ലോ. അവൾ എവിടെയോ വഴിതെറ്റി സഞ്ചരിച്ച് വന്നതല്ലേ, നിങ്ങളുടെ സഞ്ചാരത്തിലൂടെ ഈ വീട്ടിലേക്ക് വന്നവളല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ച് അവളുമായിട്ട് അധികം ചെങ്ങാത്തൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, റീത്താമ്മേ, നീ മര്യാദയ്ക്ക് നിൻ്റെ നാവടക്കി വെച്ചോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതിൽ കൂടുതൽ എന്ത് സ്വഭാവമാണോ മാറാനുള്ളത്? നിങ്ങളുടെ തനി നിറമല്ലേ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് പറയാമായിരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. എല്ലാം നിങ്ങൾ മൂടി വയ്ക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റീത്താമ്മ പൊട്ടി തെറിക്കുകയാണ്. ദേ റീത്തെ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി റീത്തയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. മക്കളുടെ മുൻപിൽ വെച്ച് ഇത് പലതവണ നിന്നോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറയരുതെന്ന്. വീണ്ടും വീണ്ടും നീ എന്തിനാണ് ഇത് തന്നെ ആവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. അലീനയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല, അവളുടെ മനസ്സ് വേദനിക്കുമെന്ന് പറയും. ഒന്നാമത് അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. അതായത് അവൾ പല കുറി പറയുന്നുണ്ട് അവളെ പറഞ്ഞു വിട്ടേക്കാൻ. ഞാൻ കാരണമാണ്, എൻ്റെ വാശി കാരണമാണ് അവൾ പോകാത്തത് എന്ന് പറയുന്നു. ഓഹോ, അപ്പോൾ നിങ്ങൾ ആണ് വിടാത്തതല്ലേ സ്റ്റാലി എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റീത്ത വീണ്ടും കയർക്കുന്നു. എന്തിനാണ് അവളെപ്പോലെ ഒരു മകള്, നിങ്ങൾക്കിപ്പോൾ 3 മക്കളുണ്ടല്ലോ, അവരെ സ്നേഹിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അവരെ സ്നേഹിക്കാൻ മാത്രമല്ലല്ലോ, എൻ്റെ ഈ മകളെയും എനിക്ക് സ്നേഹിക്കണമല്ലോ എന്ന് സ്റ്റാൻലി പറയുന്നു. അതായത് എൻ്റെ ഈ തീരുമാനം ഉറച്ചതാണ്, ഈ തീരുമാനത്തിൽ വലിയ മാറ്റമൊന്നുമില്ല എന്നാണ് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു വരുന്നത് എന്ന് കാണാം. ഇവിടെയാണെങ്കിൽ അലീനയാണെങ്കിൽ തൻ്റെ സഹോദരിയോട് കൂടുതൽ അടുക്കുകയാണ് എന്ന് കാണാം. സഹോദരിയോട് വർത്തമാനം പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പേര് വരെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് എത്രാം ക്ലാസ്സിലാണ് എന്നും ചോദിക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ സഹോദരിയാണെങ്കിൽ നമ്മുടെ അലീനയോട് ചോദിക്കുക, ആരാ എന്ന് ചോദിക്കുന്നു. നീ ഈ പപ്പയുടെ മോളല്ലേ, അതേപോലെ തന്നെ ഞാനും ഈ പപ്പയുടെ മകളാണ്, നമ്മൾ സഹോദരിമാരാണ്, ഞാൻ നിൻ്റെ ചേച്ചിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനീതിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അനീതിക്ക് എന്തോ ഒരു ചെറിയ കുറവുള്ള പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതുകൊണ്ട് തന്നെ സഹോദരിയാണെങ്കിൽ ആരോട്, നമ്മുടെ അലീനയുമായിട്ട് കൂടുതൽ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അടുക്കുകയാണ്. അങ്ങനെ അലീനയും സഹോദരിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. പെട്ടെന്ന് തന്നെ ചാടിത്തുള്ളി റീത്ത അവിടെ നിന്ന് വന്നിട്ട്, ഇവിടെ അവളെ തൊടാനൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ
സഹോദരിയെ ബലമായി അലീനയിൽ നിന്നും പിടിച്ച് വലിച്ച് മാറ്റുകയാണ്. ഇതേ സമയം നമ്മുടെ സഹോദരിക്കാണെങ്കിൽ വേദനിക്കുന്നുണ്ട്. സഹോദരിക്ക് വേദനിക്കുമ്പോൾ അലീനയ്ക്ക് അങ്ങനെ നോക്കി നിൽക്കാനായിട്ട് കഴിയില്ലല്ലോ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇവളെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട റീത്തിയാണെങ്കിൽ നിന്നെപ്പോലുള്ളവരുമായിട്ടൊന്നും ഇവൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത് ചോദിക്കാൻ, അത് പറയാൻ നിങ്ങളാരാണ് എന്ന് അലീന എടുത്തവാടി ചോദിക്കുന്നു. ഇതേ സമയം ഇതെൻ്റെ സഹോദരിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ, അല്ലാതെ ഇത് നിങ്ങളുടെ മകളൊന്നുമല്ലല്ലോ, എൻ്റെ പപ്പ ഇവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ പപ്പയ്ക്കില്ലാത്ത എന്ത് അധികാരമാണ് നിങ്ങൾക്ക് ഇവളുടെ മേലുള്ളത് എന്ന് ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ റീത്ത നിന്ന് വിയർക്കുകയാണ് എന്ന് കാണാം. പിന്നെ എൻ്റെ കാര്യം, എൻ്റെ അടുത്ത് ഇരുന്നെന്ന് കരുതി ഇവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ സിരകളിലൂടെ ഓടുന്ന രക്തമെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അമ്മ രണ്ടായിരിക്കാം, പക്ഷേ അച്ഛൻ അല്ലെങ്കിൽ പപ്പ ഒന്നു തന്നെയാണ് എന്ന് അലീന പറഞ്ഞു വെക്കുന്നു. എൻ്റെ സഹോദരിയെ ഉപദ്രവിക്കാനോ എൻ്റെ സഹോദരിയെ എന്നിൽ നിന്നും വലിച്ചെടുക്കാനോ ഉള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം. അതിൻ്റെ പേരിൽ, എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ എൻ്റെ സഹോദരിയെ വേദനിപ്പിക്കുന്നത് എനിക്ക് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല എന്ന് അലീന റീത്തയോട് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്. മേലിൽ ഇത് ആവർത്തിക്കരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുകൂടെ നമ്മുടെ അലീന പറഞ്ഞു വയ്ക്കുകയാണ്. എൻ്റെ പെങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ കയറേണ്ടതില്ല എന്നും റീത്തയുടെ മുഖത്ത് നോക്കി അലീന പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ അലീനയുടെ വേറൊരു ഉഗ്രരൂപം കണ്ട് റീത്തയുടെ കൂടെയുള്ള, അതായത് റീത്തയെ കൊണ്ടു ചെല്ലുന്ന നമ്മുടെ കാര്യസ്ഥനും കൂടാതെ സ്റ്റാലിയും ഞെട്ടിപ്പോകുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഞാൻ വലിഞ്ഞു കയറി വന്നതാണെന്ന്. ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, എൻ്റെ പപ്പായുടെ മകളാണ് ഞാൻ. അതായത് ഇവർക്കുള്ള അധികാരവും അവകാശവും തന്നെ എനിക്കുമുണ്ടെന്ന് പറയുന്നു. നിങ്ങളെനിക്ക് 90 ദിവസം തന്നിരിക്കുന്നു. ഞാൻ ആദ്യമേ പോകാമെന്ന് വിചാരിച്ചതാ. ഇപ്പോഴാണ് തീരുമാനം മാറ്റിയത് വല്യപ്പച്ചനെ കണ്ടതിന് ശേഷം. ഇനി ഒന്നുകൂടി പറയാം, 90 ദിവസമല്ല, 90 വർഷം കഴിഞ്ഞാലും ഞാൻ എൻ്റെ പപ്പയെ ഉപേക്ഷിച്ച് പോകില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് അലീന റീത്തയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നൊരു കാഴ്ച. ഒടുവിൽ അലീനയുടെ മുമ്പിൽ തല താഴ്ത്തി നാണം കെട്ടുകൊണ്ട് കാണിച്ചു തരാടി എന്ന് പറഞ്ഞുകൊണ്ട് റീത്താമ്മ പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു. സ്റ്റാലിയൊക്കെ ഞെട്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.